നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കോൺഗ്രസ് തിരിച്ചുവരണം, CPM BJP കൂട്ടുകെട്ട് തടയണം, NK പ്രേമചന്ദ്രൻ MP. വിശുദ്ധ മറിയം ത്രേസ്യ സീറോ മലബാർ മിഷനിൽ തിയോളജി ഡിപ്ലോമ ഗ്രാജുവേറ്റ്സിനെ ആദരിച്ചു. ഉല്ലാസ നൗകയിൽ കൂട്ടായ്മ ഒരുക്കി ഡാലസ് സീനിയർ മിനിസ്ട്രി. പാപമോചനത്തിന്റെയും സൗഖ്യത്തിന്റെയും അനുഭവം മറ്റുള്ളവർക്ക് ക്ഷമയും കരുണയും നൽകാനുള്ള കടമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ. ജോർജ് തുമ്പയിലിന് ഇന്ത്യ പ്രസ് ക്ലബിന്റെ പയനിയർ ഇൻ ജേർണലിസം അവാർഡ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പയനിയർ ഇൻ ജേർണലിസം അവാർഡ് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ജോർജ് തുമ്പയിലിന് പ്രമോദ് നാരായൺ MLA സമ്മാനിച്ചു. ഇന്ത്യ പ്രസ് ക്ലബിന്റെ അന്താരാഷ്ട്ര കോൺഫറൻസിൽ MPമാരായ NK പ്രേമചന്ദ്രൻ, VK ശ്രീകണ്ഠൻ, നാട്ടിൽ നിന്നെത്തിയ പ്രമുഖ മാധ്യമ പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അവാർഡ് സമ്മാനിച്ചത്. ഇന്ത്യ പ്രസ് ക്ലബിന്റെ അന്താരാഷ്ട്ര കോൺഫറൻസിൽ MPമാരായ NK പ്രേമചന്ദ്രൻ, VK ശ്രീകണ്ഠൻ, നാട്ടിൽ നിന്നെത്തിയ പ്രമുഖ മാധ്യമ പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അവാർഡ് സമ്മാനിച്ചത്. കൈവച്ച രംഗങ്ങളിലെല്ലാം മികവ് തെളിയിച്ച ബഹുമുഖ പ്രതിഭയായ ജോർജ് തുമ്പയിലിന് ഇത് അർഹതയ്ക്കുള്ള അംഗീകാരമായി. ദൃശ്യ, ശ്രവ്യ, അച്ചടി മേഖലകളിലെല്ലാം സ്വന്തം തട്ടകമൊരുക്കി തുമ്പയിൽ ശ്രദ്ധേയനായിട്ട് 32 ആണ്ട് പിന്നിടുന്നു. തോലികയുടെ അക്ഷരത്തുമ്പിൽ നിന്നും ഇറ്റുവീണ പുസ്തകങ്ങളും നിരവധി. മുൻപുണ്ടായിരുന്ന പ്രമുഖ വാർത്താവാരിക മലയാളം പത്രത്തിന്റെ നാഷണൽ കറസ്പോണ്ടന്റ്, ഇപ്പോൾ മലയാളി സീനിയർ എഡിറ്റർ, മനോരമ ഓൺലൈൻ കറസ്പോണ്ടന്റ് എന്നിവയ്ക്കു പുറമെ വിവിധ സംഘടനകളുടെ മീഡിയ ലൈസൺ ഓഫീസറും പബ്ലിക് റിലേഷൻ ഓഫീസറുമായി സേവനമനുഷ്ഠിക്കുന്നു. MCN ചാനലിലെ കാഴ്ച ഈ ആഴ്ച എന്ന പരിപാടിയുടെ ചീഫ് ന്യൂസ് എഡിറ്ററായിരുന്നു. ഏഷ്യാനെറ്റിലും വാർത്താവതാരകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളത്തെയും കേരളത്തെയും വിദേശ രാജ്യങ്ങളിൽ പരിപോഷിപ്പിക്കാൻ ആവേശം കാണിക്കുന്ന ജോർജ് തൻ്റെ മാധ്യമ മണ്ഡലങ്ങളിലൊക്കെ ഈ വിഷയത്തിന് കാര്യമായ സംഭാവനകൾ നൽകാറുണ്ട്. ദൃശ്യമാധ്യമ രംഗത്ത് വൈഡ് ആംഗിൾ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഹൃത്തുക്കളുമായി രൂപപ്പെടുത്തിയെടുത്ത് വിജയിപ്പിച്ച US റൗണ്ടപ്പ് പരിപാടികൾക്ക് 2006 ഏഷ്യാനെറ്റ് പുരസ്കാരം ജോർജിനെ തേടിയെത്തി. 2009 അന്നത്തെ മന്ത്രിയായിരുന്ന ബിനോയ് വിശ്വം പത്രപ്രവർത്തനത്തിലെ മികവിന് ഇന്ത്യ പ്രസ് ക്ലബ് നാഷണൽ കോൺഫറൻസിൽ പൊന്നാട ചാർത്തിയാണ് ആദരിച്ചത്. വിശുദ്ധ നാടുകളിലേക്കുള്ള യാത്രാ വിവരണം, സമയരഥമരുളുന്ന പുണ്യഭൂമി, ഇന്ത്യൻ യാത്രാ വിവരണം, ജന്മഭൂമിയുടെ വേരുകൾ തേടി, MT വാസുദേവൻ നായരെക്കുറിച്ച് എഴുതിയ ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക്, ചെറുകഥാ സമാഹാരം, ഭൂമിക്കപ്പുറത്തു നിന്ന്, യാത്രാവിവരണം, ദേശാന്തരങ്ങൾ, DC ബുക്സ്, കോവിഡ് കാലത്ത് പ്രസിദ്ധീകരിച്ച മുരളി തുമ്മാരുകുടിയുടെ കൊറോണ കാലത്തെ വീട് എന്ന ഒരു അധ്യായമുള്ള പുസ്തകം എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2010 ലാളിത്യത്തിന്റെ സങ്കീർണതകൾ എന്ന പേരിൽ എഴുതിയ കോളത്തിന് ഏറെ വായനക്കാരെ ലഭിച്ചു. തുടർന്ന് തൊട്ടടുത്ത വർഷം പരിണാമഗാഥകൾ എന്ന പേരിൽ ഒരു വർഷം തുടർച്ചയായി മലയാളം പത്രത്തിലൂടെ മികച്ച വായനാനുഭവം നൽകി. ടർക്കി, ഗ്രീസ് യാത്രാ വിവരണം 2012-13 തുടർച്ചയായി പ്രസിദ്ധീകരിച്ചു. മലയാളം പത്രത്തിനു പുറമെ പ്രകൃതിയുടെ നിഴലുകൾ തേടി എന്ന പേരിൽ 2014 കേരളത്തിലെ പ്രസിദ്ധങ്ങളായ സഞ്ചാര ഭൂപടത്തെക്കുറിച്ച് പ്രമുഖ വാർത്താ വെബ്സൈറ്റായ മലയാളിയിലും എഴുതി. മലയാളം പത്രം നിന്നതിന് ശേഷം കേരള എക്സ്പ്രസിലും തുടർച്ചയായി കോളങ്ങൾ ചെയ്തു വന്നു. ഫൈൻ ആർട്സ് മലയാളം ആർട്സ് ക്ലബിൻ്റെ സ്ഥാപക സെക്രട്ടറി, പിന്നീട് 3 തവണ സെക്രട്ടറി, 2 തവണ പ്രസിഡന്റ്, ഇപ്പോൾ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിക്കുകയും നാടകാവതരണത്തിൽ പങ്കാളിയാവുകയും ചെയ്യുന്നു. അമേരിക്കയിലും കാനഡയിലും മലേഷ്യയിലും വിവിധ സ്റ്റേജുകളിൽ നാടക അഭിനേതാവായി കയ്യടി നേടുകയും ചെയ്തു. അമേരിക്കൻ മലയാളികളുടെ മാധ്യമ കൂട്ടായ്മയുടെ തുടക്കം മുതൽ തന്നെ ജോർജിന്റെ സഹകരണമുണ്ട്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 2010-12 വർഷങ്ങളിൽ നാഷണൽ ട്രഷററായിരുന്നു. സംഘടനയുടെ ന്യൂയോർക്ക് ചാപ്റ്ററിന്റെ പ്രസിഡന്റായും സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2008-9 ന്യൂജേഴ്സി കേരള അസോസിയേഷന്റെ മീഡിയ പബ്ലിക്കേഷൻസ് ലൈസൻസ് ഓഫീസറായിരുന്നു. അതേ വർഷം തന്നെ ന്യൂജേഴ്സി എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന്റെ PROയുമായിരുന്നു. അമേരിക്കൻ മദ്രാസിന് ഇന്ത്യൻ ഓർത്തഡോക്സ് ഫാമിലി കോൺഫറൻസിന്റെയും മാധ്യമ പ്രതിനിധിയായി 2009 മുതൽ പ്രവർത്തിച്ചു വരുന്നു. പുരസ്കാരങ്ങളും അവാർഡുകളും നിരവധി തവണ ജോർജിനെ തേടിയെത്തി. മികച്ച ന്യൂസ് റിപ്പോർട്ടിങ്ങിന് ആദ്യമായി ന്യൂജേഴ്സി കേരള കൾച്ചറൽ ഫോറം 1994 പുരസ്കാരം നൽകി. മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് ഫൊക്കാനയുടെ പുരസ്കാരം 1994-ലും 96-ലും ലഭിച്ചിട്ടുണ്ട്. മികച്ച വികസനാത്മക റിപ്പോർട്ടിനുള്ള പുരസ്കാരവും ഈ വർഷങ്ങളിൽ ഫൊക്കാനയിൽ നിന്ന് ലഭിച്ചു. മലയാളി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ മികച്ച പെർഫോമൻസിനുള്ള 2003
പുരസ്കാരമാണ് ശ്രദ്ധേയമായ മറ്റൊന്ന്. പുറമെ ഇന്ത്യൻ കാത്തലിക് അസോസിയേഷന്റെ മികച്ച ലേഖനത്തിനുള്ള അവാർഡും ആ വർഷം തന്നെ ലഭിച്ചത് നേട്ടമായി. തുടർന്ന് ഇതേ പുരസ്കാരം 2004 ഫൊക്കാനയിൽ നിന്നും ലഭിച്ചു. ഫോമ, നാമം എന്നീ സംഘടനകളും പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. 2006 അമേരിക്കൻ മലയാളികൾക്കിടയിലെ സാഹിത്യ സംഭാവനകൾക്ക് ഫൊക്കാനയിൽ നിന്നുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. 2 തവണ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിലെ ജനറൽ സെക്രട്ടറിയായി റവറന്റ് ഡോക്ടർ വർഗീസ് ഡാനിയലിനോടൊപ്പവും പ്രവർത്തിച്ചു. മൗണ്ട് ഒലീവ് സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിൽ കൈക്കാരനായി 2 തവണ സെക്രട്ടറിയായി 6 തവണയും സേവനമനുഷ്ഠിച്ചു. 2008 മികച്ച ലേഖനങ്ങൾക്കും മികച്ച മ്യൂസിക്കൽ ആൽബത്തിനും ഫോമ അവാർഡുകൾ നൽകി ആദരിച്ചു. യാത്രാനുഭവങ്ങൾ തേടി ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ബ്രസീൽ, സിംഗപ്പൂർ, മലേഷ്യ, ജർമ്മനി, നെതർലാൻഡ്സ്, ബെൽജിയം, ടർക്കി, ഗ്രീസ്, ഇസ്രയേൽ, ഇറ്റലി, വത്തിക്കാൻ, ജോർദാൻ, ഈജിപ്ത്, കോസ്റ്ററിക്ക, UAE, കുവൈറ്റ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ജമൈക്ക, മെക്സിക്കോ, ഗ്വാട്ടിമല, പനാമ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഏറെക്കാലം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളും സന്ദർശിക്കാനായി. കേരള ഗവൺമെന്റ്, ഇന്ത്യൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പ്രത്യേക ക്ഷണിതാവായി ഇന്ത്യ ഒട്ടാകെ സന്ദർശിച്ചു. 4000-ലേറെ പേർ ജോലി ചെയ്യുന്ന ന്യൂവാർക്ക് ബെത്ത് ഇസ്രായേൽ മെഡിക്കൽ സെന്ററിലെ എംപ്ലോയി ഓഫ് ദി കോർ വാല്യൂ അവാർഡ് ജേതാവ്, ഡിപ്പാർട്ട്മെന്റ് വിഷണറി അവാർഡ് ജേതാവ്, മാനേജർ ഓഫ് ദി മന്തായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ റെസ്പിറേറ്ററി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു. ബെർഗൻ കൗണ്ടി കമ്മ്യൂണിറ്റി കോളേജിൽ 16 വർഷം അഡ്ജങ്ക്റ്റ് ഫാക്കൽറ്റി അംഗവുമായിരുന്നു. ബെർഗൻ കമ്മ്യൂണിറ്റി കോളേജ്, മോറിസ് കൗണ്ടി കോളേജ് എന്നിവിടങ്ങളിൽ അഡ്വൈസറി ബോർഡ് അംഗവുമായിരുന്നു. ഭാര്യ ഇന്ദിര ന്യൂവാർക്ക് ബെത്ത് ഇസ്രായേൽ മെഡിക്കൽ സെന്ററിൽ നഴ്സ് പ്രാക്ടീഷണറായി റിട്ടയർ ചെയ്തു. മകൻ ബ്രിയൻ ഷിക്കാഗോയിൽ എഞ്ചിനീയറാണ്. മകൾ ഷെറിൻ ഫിസിഷ്യനും കണക്റ്റിക്കട്ട് യേൽ സ്കൂൾ ഓഫ് മെഡിസിനിൽ അസിസ്റ്റന്റ് പ്രൊഫസറും റെസ്പിറേറ്ററി സ്ലീപ്പ് മെഡിസിൻ ഉപമേധാവിയുമാണ്. മരുമകൻ ജെയ്സൺ അക്കൗണ്ടന്റാണ്. 2 കൊച്ചുമക്കളുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി. ദൈവത്തിൽ നിന്നും നാം പ്രാപിച്ച പാപമോചനത്തിന്റെയും സൗഖ്യത്തിന്റെയും അനുഭവം മറ്റുള്ളവർക്ക് ക്ഷമയും കരുണയും നൽകാനുള്ള കടമ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായി അടൂർ ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ പറഞ്ഞു. ഒക്ടോബർ 13 തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് സൂം പ്ലാറ്റ്ഫോമിലൂടെ നോർത്ത് അമേരിക്ക മാർത്തോമ ഭദ്രാസന സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച വിശേഷ പ്രാർത്ഥനാ യോഗത്തിൽ 116-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ ആധാരമാക്കി മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു സെറാഫിം എപ്പിസ്കോപ്പ. ദൈവവും മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ കടപ്പാടിൻ്റെ പ്രാധാന്യം തിരുമേനി ഊന്നി പറഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ അവന് എന്തു പകരം കൊടുക്കും എന്ന ചോദ്യം പ്രസക്തമായി. നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാ സഹായങ്ങൾക്കും നാം അന്യരോട് കടപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ ദയയും കരുണയും കാണിക്കുക, ഓരോ വ്യക്തിയെയും കടമയോടെ സമീപിക്കുക എന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിലപാടാണ്. ഓരോ അനുഭവത്തിലൂടെയും നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട് കടപ്പെട്ടവരാണ്. മദർ തെരേസയുടെ മാതൃകയും യൂറോപ്യൻ കലാകാരൻ ആൽബ്രട്ട് ഡ്യൂററുടെ പ്രാർത്ഥിക്കുന്ന കൈകളെന്ന വിശ്വഖ്യാത ചിത്രം സഹോദരനോടുള്ള കടപ്പാടിന്റെ മകുടോദാഹരണമായി പ്രഭാഷണത്തിൽ തിരുമേനി എടുത്തുകാട്ടി. അറ്റ്ലന്റ മാർത്തോമ വികാരി റവറന്റ് ഡോക്ടർ കെ ജെയിംസൺ അച്ഛൻ പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു. ജോർജ് ജോൺ ഗാനം ആലപിച്ചു. ഈശോ മാളിയേക്കൽ സ്വാഗതം പറഞ്ഞു. സൗത്ത് ഫ്ലോറിഡയിൽ നിന്നുള്ള ഡോക്ടർ ജോൺ കെ ഡാനിയൽ നിശ്ചയിക്കപ്പെട്ട പാഠഭാഗം വായിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കുര്യൻ കോശി നേതൃത്വം നൽകി. തുടർന്ന് ഡൽഹി ഭദ്രാസനാധിപൻ സക്കറിയാസ് മാർ അഫ്രീം എപ്പിസ്കോപ്പ ആശംസാ സന്ദേശം നൽകി. ദീർഘകാലമായി ഒരുമിച്ചു ചേരാൻ സാധിക്കാതെയിരുന്ന സാഹചര്യത്തിൽ വീണ്ടും കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം സക്കറിയാസ് മാർ അഫ്രീം തിരുമേനി ആശംസാ സന്ദേശത്തിൽ പങ്കിട്ടു. കൂടാതെ തിരുമേനിയുടെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചും പരാമർശിച്ചു. 2 എപ്പിസ്കോപ്പമാരെയും റവറന്റ് ഡോക്ടർ പ്രമോദ് സക്കറിയ യോഗത്തിൽ ആദരിച്ചു. CV സൈമൺകുട്ടി നന്ദി പറഞ്ഞു. റവറന്റ് ജേക്കബ് തോമസ് അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം യോഗം സമാപിച്ചു. യോഗത്തിന് ആതിഥേയത്വം വഹിച്ചത് ഭദ്രാസന സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് സൗത്ത് വെസ്റ്റ് റീജിയനാണ്. ന്യൂസ് ഡെസ്ക് മലയാളി. ക്രിസ്തുരാജ ജ്ഞാനായ കത്തോലിക്ക ഇടവക സീനിയർ അംഗങ്ങളുടെ ജോയ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഉല്ലാസ നൗക പ്രോഗ്രാം ക്രമീകരിച്ചു. മരീന ഈഗിൾ പോയിന്റിൽ നിന്ന് നടത്തിയ 4 മണിക്കൂർ ഉല്ലാസയാത്ര ഏവർക്കും നവ്യാനുഭവമായിരുന്നു. എല്ലാം മറന്ന് പാടാനും ആടാനും ഭക്ഷിക്കാനും അവർ ശ്രമിച്ചു. സായാഹ്നം സഫലമാക്കാൻ ഇതുപോലെ ഒത്തുചേരൽ സഹായിക്കുമെന്ന് ഫാദർ ബിൻസ്യത്തലിൽ തൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു. പ്രസിഡന്റ് തിയോഫിൽ ചാമക്കാല പരിപാടി കോർഡിനേറ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി. നോർത്ത്
ഡാലസിലെ വിശുദ്ധ മറിയം ത്രേസ്യ സീറോ മലബാർ മിഷനിൽ തിയോളജി ഡിപ്ലോമ ഗ്രാജുവേറ്റ്സിനെ ആദരിച്ചു. മിഷനിൽ നിന്നുള്ള കിരൺ ജോർജ്, ഷീന അന്ന ജോൺ എന്നിവരാണ് 2 വർഷത്തെ ദൈവശാസ്ത്ര പഠനത്തിൽ ഡിപ്ലോമ നേടിയ ബിരുദധാരികൾ. ഇരുവരും മിഷനിലെ സജീവ ശുശ്രൂഷകരും മതബോധന അധ്യാപകരുമാണ്. കോട്ടയം വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെ കീഴിൽ ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയിലെ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പഠന സൗകര്യം ഒരുക്കിയത്. മിഷനിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന അനുമോദന ചടങ്ങിൽ ബിഷപ്പ് എമരിറ്റസ് മാർ ജേക്കബ് അങ്ങാടിയത്ത്, മിഷൻ ഡയറക്ടർ ഫാദർ ജിമ്മി എടക്കളത്തൂർ കുര്യൻ എന്നിവർ ബിരുദധാരികളെ അനുമോദിക്കുകയും ഡിപ്ലോമ സമ്മാനിക്കുകയും ചെയ്തു. ദൈവത്തെയും സഭയുടെ പാരമ്പര്യത്തെയും വിശ്വാസ സത്യങ്ങളെയും കുറിച്ച് ആഴത്തിലുള്ള അറിവ് നേടുന്നതിലൂടെ വിശ്വാസ ജീവിതം കൂടുതൽ അർത്ഥപൂർണവും ഫലവത്താക്കുവാനും ദൈവശാസ്ത്ര പഠനം സഹായിക്കും. അതിനാൽ കൂടുതൽ വിശ്വാസികൾ ഇത്തരം പഠനത്തിനായി മുന്നോട്ട് വരണമെന്ന് ഫാദർ ജിമ്മി എടക്കളത്തൂർ കുര്യൻ മിഷൻ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു. അൽമായർക്ക് വേണ്ടി വേദശാസ്ത്ര പഠനത്തിന് സൗകര്യമൊരുക്കിയ ഷിക്കാഗോ രൂപതയെയും വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠത്തെയും മിഷൻ ഡയറക്ടർ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി. കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചുവരണമെന്ന് ആഗ്രഹിച്ച് അഹോരാത്രം പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നുവെന്ന് RSPയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായ NK പ്രേമചന്ദ്രൻ. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്ററുകളുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിൽ നിന്നുള്ള പാലക്കാട് MP VK ശ്രീകണ്ഠനും അദ്ദേഹത്തിന്റെ ഭാര്യയും KPCC സെക്രട്ടറിയുമായ K തുളസി എന്നിവരും പങ്കെടുത്തു. റോക്ക്ലൻഡ് ലെജിസ്ലേച്ചർ ഡോക്ടർ ആനി പോൾ, IOC കേരള ചാപ്റ്റർ ചെയർമാൻ പോൾ കറുകപ്പള്ളിൽ, വിമൻസ് ഫോറം നാഷണൽ ചെയർ ലീല മാരേട്ട, ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റ് നോഹ ജോർജ്, റോക്ക്ലൻഡ് ചാപ്റ്റർ പ്രസിഡന്റ് ഷൈമി ജേക്കബ്, ലിസി മോൻസി, ജോസ് ജോർജ്, തോമസ് കോശി, മോൻസി വർഗീസ്, സണ്ണി കല്ലൂപ്പാറ തുടങ്ങിയവർ അടക്കം വലിയ സദസ്സ് ഗ്ലോബൽ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ തലത്തിൽ തിരിച്ചുവരേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യം മാത്രമല്ല, രാജ്യത്തിന്റെ ആവശ്യം കൂടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് താനെന്നും നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ഘടന നിലനിൽക്കണമെങ്കിൽ, ഭരണഘടനാ ജനാധിപത്യ സംവിധാനം നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് തിരിച്ച് അധികാരത്തിൽ വന്നേ മതിയാകൂ എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നവർക്കറിയാം രാജ്യത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന്. നമ്മൾ വിചാരിക്കുന്നത് പോലെ മോദിയുടെ മുന്നേറ്റവും തള്ളിക്കയറ്റമല്ലെന്ന് ജനവിധി സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുകൂടി ജാഗ്രതയോടുകൂടി മുന്നൊരുക്കത്തോടുകൂടി പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ 2024 തന്നെ ചരിത്രം മാറുമായിരുന്നു. കേവലം 10-30 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഭരണം കൈവിട്ടുപോയത്. നമ്മളാരും അത് പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു രാഷ്ട്രീയ മുന്നേറ്റം 2024 നടത്തുമെന്ന് സ്വപ്നേന നമ്മളാരും വിചാരിച്ചതല്ല. രാജ്യത്തെ ജനങ്ങളുടെ വികാരം ഈ ഭരണത്തിനെതിരാണെന്ന് വളരെ വ്യക്തമാണ്. ഭാരതത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ ആണിക്കല്ലായിട്ടുള്ള മതേതര ജനാധിപത്യം അല്ലെങ്കിൽ ഭരണഘടനാ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, മതന്യൂനപക്ഷാവകാശം സ്ഥാപിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, അടിച്ചമർത്തപ്പെട്ട പിന്നോക്ക ജനങ്ങളുടെ അവകാശ സംരക്ഷണം ഉൾപ്പെടെ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം സംരക്ഷിച്ച് രാജ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, കോൺഗ്രസ് തിരിച്ചു വരണം. ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിൽ താരതമ്യം നടത്തിയാൽ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവായി രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയോടൊപ്പം മുന്നേറാൻ ഞാൻ പറയുമ്പോൾ പാർട്ടിക്ക് അതിന് കഴിയുന്നുണ്ടോ എന്നതാണ് സംശയം. രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള രാഷ്ട്രീയവും അത് ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പും രാജ്യത്ത് പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടാകുമെങ്കിൽ വമ്പിച്ച മാറ്റം രാജ്യത്തുണ്ടാകും. കേരളത്തിന് പുറത്തു വെച്ചാണെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല, അത്രയും വെറുക്കപ്പെട്ടൊരു ഗവൺമെന്റാണ് കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അടിയുറച്ചു വിശ്വസിക്കുന്നയാളാണ് താൻ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവാണ്. പക്ഷേ ഇടതുപക്ഷ മുഖ്യമന്ത്രിക്കെതിരെ CBIയുടെ കേസ്, ലാവ്ലിൻ കേസ് 42 തവണയായി സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു. മകൾക്കെതിരായ കേസ്, കുറ്റപത്രം, മകനെതിരായി അനധികൃത സ്വത്ത് സമ്പാദന കേസ്, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചിട്ട് അയാൾക്ക് സമൻസ് വന്നു. 2023 സമൻസ് വന്നിട്ട് 2025 അവസാനിക്കുമ്പോഴും ലോകത്തൊരു മനുഷ്യനും അറിഞ്ഞില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ നോട്ടീസിന് ശേഷം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ പച്ചപ്പരവതാനി വിരിച്ച് കേരള ഹൗസിൽ പ്രാതലൊരുക്കി മുഖ്യമന്ത്രി വെളിയിൽ പോയി സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ കയ്യിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നതിനുദാഹരണമാണ്. ഇതൊരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? മുഖ്യമന്ത്രിക്കെതിരായി കേസ്, മകനെതിരായി കേസ്, മകൾക്കെതിരായി കേസ്, ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായതിനു ശേഷവും ഒരു കുഴപ്പവുമില്ലാതെ കേരളത്തിൽ അഴിമതി വിമുക്ത രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറയുന്നു. ഏറ്റവും ഒടുവിൽ ശബരിമലയിൽ ശ്രീ
അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം അടിച്ചുമാറ്റി അതിനനുസൃതമായി മറ്റൊരെണ്ണം ഉണ്ടാക്കി സ്വർണം പൂശുക. ദേവസ്വം ബോർഡ് പ്രതിയാണ്. ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തത് ഈ ഗവൺമെന്റിന്റെ പോലീസാണ്. എന്നിട്ട് അവർക്ക് ഒരു പങ്കുമില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെതിരായി നടന്ന ആക്രമണം അദ്ദേഹത്തിന്റെ മൂക്കിന് ഫ്രാക്ചർ സംഭവിച്ചു. ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിന് തടസ്സം നേരിട്ടു. സർജറി കഴിഞ്ഞതിനു ശേഷവും ആ ചെറുപ്പക്കാരനെ പരസ്യമായി ആക്ഷേപിക്കുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MK ഗോവിന്ദൻ. എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ ഫാസിസം എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ കേരളത്തിൽ ഒരു ചുക്കും നടക്കുന്നില്ല. എത്ര നിക്ഷേപം ഉണ്ടായി, എത്ര ജോലി നൽകി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും വിലക്കയറ്റവുമുള്ള സംസ്ഥാനം. കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി പലായനം ചെയ്യുകയാണ്. സീനിയർ സെന്റർ ഫോർ സ്റ്റഡീസ് എന്ന CPMന്റെ സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിലുള്ള പഠനത്തിൽ 2030 ആകുമ്പോൾ കേരളം ഒരു വയോജന സംസ്ഥാനമായി മാറുമെന്നാണ് റിപ്പോർട്ട്. ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് സമയത്ത് പരീക്ഷ നടക്കുന്നില്ല. പരീക്ഷ നടന്നാൽ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കില്ല, സർട്ടിഫിക്കറ്റ് കിട്ടില്ല. സർവകലാശാലയിൽ PSCയും ഗവൺമെന്റും തമ്മിൽ തർക്കങ്ങളാണ്. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ തർക്കം. എന്നാൽ 2 മാസം കഴിയുമ്പോൾ അവർ ചായ കുടിച്ച് സൗഹൃദം പങ്കിടുന്നു. BJPയുടെ കേന്ദ്ര നേതൃത്വവും CPMന്റെ കേരള നേതൃത്വവും തമ്മിൽ തന്ത്രപരമായ സഖ്യം നിലനിൽക്കുന്നു. അമിത്ഷാ ഈ 10 വർഷത്തിനിടെ ഒരേ ഒരാളെ മാത്രമാണ് തന്റെ വസതിയിൽ സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് കൊടുത്ത് കാണുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ ആശങ്കപ്പെടുന്നത് ഈ രാഷ്ട്രീയ സഖ്യത്തെയാണ്. ഒരു 5000 വോട്ട് വെച്ച് നിയമസഭാ മണ്ഡലത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നിഷ്പ്രയാസം CPMന് തിരിച്ചുവരാൻ കഴിയും. അതുപോലെ 5 10 സീറ്റ് BJPക്ക് ലഭിക്കാൻ CPMും തയ്യാറായാൽ അതാണ് ഈ അണ്ടർസ്റ്റാൻഡിംഗ്. SNDP യോഗം പറഞ്ഞു, ബ്രാഹ്മണരാണ് കക്കുന്നത്, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരല്ല. ഇങ്ങനെ ഓരോ കാര്യത്തിലും വർഗീയവൽക്കരിക്കുകയാണ്. പരസ്യമായി മുസ്ലിങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ നടത്തുകയാണ്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ പരസ്യമായി പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദരിക്കുന്നത്. കോൺഗ്രസ് ഒന്നിച്ചു നിന്നാൽ BJPയും CPMും തമ്മിലുള്ള അവിഹിത രാഷ്ട്രീയ ബന്ധം ഫലപ്രാപ്തിയിലെത്തിക്കാതിരിക്കാൻ കഴിഞ്ഞാൽ 100-ൽ കുറയാത്ത സീറ്റിൽ കേരളത്തിൽ കോൺഗ്രസിന് തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയും. അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. കേരളത്തിന്റെ മൈൻഡ് സെറ്റ് അതാണ്. കേരളത്തിൽ ഒരിക്കൽ കൂടി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഒരു പാർട്ടി സ്റ്റേറ്റായി കേരളം മാറും. സമ്പൂർണ്ണമായ സമഗ്രമായ പാർട്ടിവൽക്കരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. പാർട്ടിക്കാരനല്ലാത്തവന് നീതിയില്ല. അവന് ഒരാവശ്യം സാക്ഷാത്കരിക്കപ്പെടില്ല. അവന് അവകാശങ്ങളില്ല. പാർട്ടി എന്ത് തോന്നിയവാസവും എന്ത് ജനവിരുദ്ധ പ്രവർത്തനവും നടത്തിയാൽ പരിരക്ഷയും അംഗീകാരവും എന്ന നിലയിലേക്ക് സമ്പൂർണ്ണമായ പാർട്ടിവൽക്കരണത്തിലൂടെ കേരളത്തിന്റെ സകല നന്മയെയും തകർത്തുകൊണ്ട് പാർട്ടിയും പാർട്ടി നേതൃത്വവും മുന്നോട്ടു പോകുന്നു. ഈ സാഹചര്യത്തിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അഭിമാനകരമായ വിജയത്തിലൂടെ ജനാധിപത്യ കേരളത്തിന്റെ നഷ്ടപ്പെട്ടു പോയ നന്മകളെ വീണ്ടെടുക്കാൻ വേണ്ടി നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് സവിനയ പുരസ്സര അഭ്യർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.